അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഇങ്ങനെ നിരത്തിയപ്പോൾ അല്ലാഹ് പറയാ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശഭൂമികളെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചത്. നമ്മൾ സാധാരണ പറയും ലൈഫ് പാർട്ട്ണറാന്ന് പറയും. ലൈഫ് പാർട്ട്ണർ ആണ്, അതോടൊപ്പം ബോഡി പാർട്ട്ണറാണ്. നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചത്. അത് ഉപയോഗിച്ച പദം നോക്കി അസ്വാജ. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാ ഭാര്യ ഭർത്താവ്, തെക്കുള്ളവരാണെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയും അല്ലേ. ആരും പറയില്ല, എല്ലാവരും അവനാന്റെ ഭാഷ തന്നെ സംസാരിച്ചാൽ മതി. അതിൽ മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിലെന്താ വെച്ചാല് ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനുമാണ്. ഇസ്ലാമിൽ അതില്ലല്ലോ. സൗജ് സൗജത്തി എന്ന് പറയുന്ന പദത്തിനാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ തന്നെ കൊണ്ടുവരല്ലേ. അതിന്റെ ഡയറക്റ്റ് അർത്ഥം എന്താണ്? ഇണയും തുണയുമാണ്. കൊണ്ടും കൊടുത്തും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കാനുള്ളവരാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് അസ്വാജ്, എന്തിനാ നിങ്ങളുടെ ജീവിതം ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടുകൂടെ അവളുടെ കൂടെ വീട് കൂടി താമസിക്കാനാണ്. ഒരു നിക്കാഹ് കഴിഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവാനാണ് എന്നാണ് അല്ലാഹു തആല സമാധാനത്തിന്റെ. നമ്മളൊക്കെ ആ സമാധാനത്തിലാണ് പരസ്പരം പ്രശ്നം ഉണ്ടാവണല്ലേ. നേരം 10 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകില്ല, എന്താ അവളൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം തോന്നുന്നു ഇല്ലേ. ആ സമാധാനം ഉണ്ടാകണം വീട്ടിലെ. അതായത് ഇൻഷാ അല്ലാഹ് ഞാൻ ആ സമയത്തിൽ പറഞ്ഞു തീർക്കും. ആ കയറി വരുമ്പോ സമാധാനം പരിഗണനയുടെ ഭാഗത്തുണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നോക്കേ, ആ സമാധാനം ഉണ്ടാവാൻ വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും വെച്ചു തന്നു അല്ലാഹ്. എന്താ മവദ്ദ എന്ന് പറഞ്ഞാൽ? 90-ലധികം പദങ്ങളുണ്ട് അറബി ഭാഷയിൽ സ്നേഹത്തിന്. അതിന്റെ സുപ്പീരിയർ പദവിയിൽ നിൽക്കുന്ന വേർഡാണ് മവദ്ദ, പ്രണയം, ലവ്, സ്നേഹം. ഇസ്ലാം പ്രേമിക്കാൻ അധികാരം കൊടുത്തൊരു മതമാണ്. പക്ഷെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. അതെന്താണ്? ആഫ്റ്റർ മാരേജ് ആയിരിക്കണം പ്രണയം, ഇണയോടായിരിക്കണം പ്രണയം. എങ്കിൽ അവിടെ സന്തോഷം ഉണ്ടായി. നിങ്ങൾ ആലോചിച്ചൊക്കെ അവിഹിത ബന്ധങ്ങളിലേക്ക് നീങ്ങുന്ന ആളുകള്. അതുപോലെ തന്നെ അവിഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിതം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് നമുക്ക് അനുവദിച്ചതാണ് ഹിതം. അത് സമ്പത്തിലുണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്. നമ്മൾ ആ വേർഡ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്നത് ഒരു മേഖല മാത്രമാണ്. അള്ളാഹ് അനുവദിക്കപ്പെടാത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇണകൾക്കപ്പുറത്ത് സഞ്ചരിക്കുന്നവർ സ്വരമായിട്ട് നോക്കി വ്യഭിചാരത്തിന്റെ മേഖലകളെ എണ്ണുമ്പോ അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണെണ്ണീട്ടുണ്ട്, കാതെണ്ണീട്ടുണ്ട്, കൈയെണ്ണീട്ടുണ്ട്, കാലെണ്ണീട്ടുണ്ട്. അഥവാ ഇതൊക്കെ വ്യഭിചാരത്തിലേക്കുള്ള മാർഗങ്ങളാണെങ്കിൽ അതൊന്നും പാടില്ല. അവന്റെ ഇണയിലായിരിക്കണം അവന്റെ കേന്ദ്രം എന്നുള്ള ആ മാനദണ്ഡത്തെ സ്വീകരിക്കുക. അവിടെയാണ് ഏറ്റവും വലിയ പ്രണയം ഉണ്ടാകേണ്ടത്, തന്റെ ഇണയോടാണ്. വറഹ്മ, കാരുണ്യത്തിന്റെ സ്നേഹവും അല്ലാഹ് വെച്ചു തന്നു. അതായത് തന്റെ പ്രിയപ്പെട്ടവൻ തളർന്നു കിടക്കുമ്പോഴും ശരീരത്തിന്റെ ടെമ്പറേച്ചർ അല്പം മാറുമ്പോൾ ഹൃദയം നോവുന്ന കാരുണ്യത്തിന്റെ സ്നേഹമില്ലേ, ഇത് രണ്ടും നിങ്ങളിലൂടെ വെച്ചു തന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാ ദാമ്പത്യ ജീവിതം.